നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ നദികൾ. ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അഥവാ സോഴ്സ് എന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖമെന്നും അഥവാ മൗത്ത് എന്നും വിളിക്കുന്നു. ഉപരിഘട്ടം. നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തു നിന്നും കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗം ഉപരിഘട്ടം. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടമാണിത്. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. മധ്യഘട്ടം. ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് മധ്യഘട്ടം. ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നതിനാൽ അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. അടിവാരത്തുകൂടി ഒഴുകുന്നു. മിയാൻഡറുകൾ, ഓക്സോബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. കീഴ്ഘട്ടം. സമതല ഭാഗത്തുകൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം. അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിൻ്റെ വേഗം കുറയുന്നതിനാലും ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം കൂടുതലാണ്. നദീജന്യ ഭൂരൂപങ്ങൾ. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് വിളിക്കുന്നു. വി-രൂപ താഴ്വരകൾ. ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായി നദിയുടെ ആഴം വർദ്ധിക്കുന്നു. നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടെ താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൈവരുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ട താഴ്വരകൾ വി-രൂപ താഴ്വരകൾ എന്നറിയപ്പെടുന്നു. വെള്ളച്ചാട്ടങ്ങൾ. കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകൾ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുന്നു. ഇത് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. മിയാൻഡറുകൾ. താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദ ശിലകളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. നദീമാർഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെ വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ എന്ന് പറയുന്നു. വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട്. ഓക്സ്ബോ തടാകങ്ങൾ. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയകളിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ കാണപ്പെടുന്നു. നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന ഇത്തരം തടാകങ്ങളെ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രളയ സമതലങ്ങൾ. മഴക്കാലത്ത് നദികൾ കര കവിഞ്ഞൊഴുകുകയും പ്രളയബാധിതമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരു കരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപപ്പെടുന്നു. ഇത്തരം സമതലങ്ങളെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. ഡെൽറ്റകൾ. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള ഭൂരൂപമായതിനാലാണ് ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. പോഷക നദിയും കൈവഴിയും. ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയും പോഷക നദികൾ എന്ന് വിളിക്കുന്നു. നദീമുഖത്തോട് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചരിവിൻ്റെ അഭാവം എന്നിവയുടെ ഫലമായി നദികൾ പലതായി വേർപിരിഞ്ഞ് ഒഴുകാറുണ്ട്. ഇവയെ കൈവഴികൾ എന്ന് വിളിക്കുന്നു. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ജലത്തിൻ്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിൻ്റെ ചരിവ്, അവസാദങ്ങളുടെ അളവ്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കാണ് നീരൊഴുക്ക്. ഇതിൻ്റെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം അഥവാ ഡ്രെയിനേജ് സിസ്റ്റം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം വൃഷ്ടിപ്രദേശം അഥവാ ക്യാച്ച്മെൻറ്റ് ഏരിയ. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നദീതടങ്ങൾ അഥവാ റിവർ ബേസിൻസ് എന്നും ചെറിയ നദികളുടെ വാട്ടർഷെഡ് എന്നും അറിയപ്പെടുന്നു.
ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശം നീർത്തടം അഥവാ ഡ്രെയിനേജ് ബേസിൻ എന്നും ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയെ ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികൾ. ഉത്തരപർവ്വത മേഖല പ്രഭവസ്ഥാനമായ ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ജന്മമെടുക്കുന്ന മഹാനദികളായ ഹിമാലയൻ നദികൾ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഹിമാലയൻ നദികൾ പരിണമിച്ചത് മയോസീൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇൻഡോ ബ്രഹ്മോ അഥവാ സിവാലിക് എന്ന ഒരു ബൃഹത് നദിയിൽ നിന്നുമാണ്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ അഥവാ ഹിമാലയൻ നദീവ്യൂഹങ്ങൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ്. സിന്ധു നദി ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ബോഗാർചു ഗ്ലേസിയർ ഉത്ഭവസ്ഥാനമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമഭാഗത്തെ നദീ സംവിധാനമായ സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്ററാണ്. ഇതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ പോഷക നദികൾ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശും പഞ്ചാബുമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലഡാക്കിലെ ലേ. സിന്ധുവിൻ്റെ 5 പോഷക നദികളും പല സ്ഥലങ്ങളിൽ വച്ച് ഒന്നിക്കുകയും അവസാനം ഇവ പാകിസ്ഥാനിലെ മിതാൻകോട്ടിൽ വച്ച് സിന്ധു നദിയിൽ ചേരുന്നു. പാകിസ്ഥാനിലെ അറ്റോക്കിൽ വച്ച് നദി പർവ്വതത്തിൽ നിന്നും പുറത്തെത്തുന്നു. സിന്ധു നദി നംഗ പർവ്വതത്തിന് സമീപം ചില്ലാർ എന്ന പ്രദേശത്ത് വച്ച് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. കറാച്ചിക്ക് കിഴക്കായി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു. സിന്ധുവിൻ്റെ വലതുകര പോഷക നദികൾ ഖുറം, ടൊജി, ഗോമാൽ, വിഭോവ, ശങ്കർ എന്നിവയും ഇടതുകര പോഷക നദികൾ സുരു, ദ്രാസ്, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയുമാണ്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യ നദികളാണ് സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ചലം, ചിനാബ് എന്നിവ. 7 പുണ്യ നദികൾ അറിയപ്പെടുന്നത് സപ്ത സിന്ധു എന്നാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി, അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി, ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി, ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധങ്ങൾ സൃഷ്ടിക്കുന്ന നദി, ലഡാക്ക്, സർക്കർ എന്നീ പർവ്വത നിരകളിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി, പാകിസ്ഥാൻ്റെ ദേശീയ നദി, പാകിസ്ഥാൻ്റെ ജീവരേഖ ഇവയെല്ലാം തന്നെ സിന്ധു നദിയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ കറാച്ചിയിൽ വച്ച് 1960 സെപ്റ്റംബർ 19 സിന്ധു നദീ ജലകരാർ ഒപ്പുവെച്ചു. ലോകബാങ്ക് മധ്യസ്ഥത വഹിച്ച ഈ കരാറിൽ ഒപ്പുവെച്ചത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും മുൻ പാകിസ്ഥാൻ പ്രസിഡന്റായ മുഹമ്മദ് അയൂബ് ഖാനുമാണ്. ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് സത്ലജ്, ബിയാസ്, രവി എന്നീ നദിയിലെ ജലത്തിനും പാകിസ്ഥാന് സിന്ധു, ചലം, ചിനാബ് എന്നീ നദിയിലെ ജലത്തിനുമാണ് അവകാശം. ദക്ഷിണേന്ത്യൻ മേഖലയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന സസ്തനി പഞ്ചാബിൻ്റെ സംസ്ഥാന ജലജീവി പഞ്ചാബ് ഗവൺമെൻറ്റും വേൾഡ് വൈഡ് ഫണ്ട് WWFും ചേർന്ന് സെൻസസ് എടുത്ത ലോകത്തിലെ അപൂർവ സസ്തനി ആണ് ഇൻഡസ് ഡോൾഫിൻ അഥവാ സിന്ധു ഡോൾഫിൻ. സത്ലജ് ഹിമാചൽ പ്രദേശിലെ കാർച്ചം വാങ്ടു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സത്ലജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ഭദ്ര നങ്കൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ നദീതീരത്താണ്. ഇതിലെ ഭദ്ര ഹിമാചൽ പ്രദേശിനെയും നങ്കൽ പഞ്ചാബിനെയും സൂചിപ്പിക്കുന്നു. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സത്ലജ് യമുന ലിങ്ക് കനാൽ SYL. ഫക്ര ഡാമിൻ്റെ റിസർവോയർ ഗോവിന്ദ് സാഗറും സത്ലജിൻ്റെ പതനസ്ഥാനം ചിനാബ് നദിയുമാണ്. മാനസ സരോവറിനടുത്തുള്ള
റാഗാസ് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഉത്ഭവസ്ഥാനത്ത് ലങ്സൻ ഖംബാവ എന്ന് വിളിക്കപ്പെടുന്ന സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, സിന്ധു നദിയുടെ പോഷക നദികൾ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദി, ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി, ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി, ഇന്ദിരാഗാന്ധി കനാൽ, സിർഹിന്ദ് കനാൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി എല്ലാം തന്നെ സത്ലജ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയായ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി, പഴയ പേര് രാജസ്ഥാൻ കനാൽ, നിർമ്മാണം ആരംഭിച്ചത് 1958 ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി സത്ലജും ബാരേജ് ഹരികയുമാണ്. ചലം പീർ പൻസൽ മലനിരകളുടെ താഴ്വാരത്ത് ഉള്ള വെരിനാഗ് നീരുറവയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി, കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി, ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം, ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി, മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം നടന്ന നദീതീരം, കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഇതെല്ലാം തന്നെ ചലമാണ്. ചിനാബ് ജമ്മു കാശ്മീരിലെ പ്ലഗിഹാർ ഡാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചിനാബ് നദിയുടെ ഉത്ഭവം സസ്കർ നിരയിലെ ലാഹുൽ സ്പിതിയിലെ ബാര ചപ്കില ചുരത്തിന് അടുത്താണ്. 2021 മാർച്ചിൽ ആദ്യ ചെനാബ് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയാണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി, കിരു ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി, ചാന്ദ്ര, ഭാഗ എന്നീ ഉറവകൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദി, ചാന്ദ്ര, ഭാഗ എന്നീ അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലോണിനടുത്ത് താന്തിയിൽ സംഗമിച്ച് രൂപം കൊള്ളുന്ന നദി, ഫുൽഹസ്തി പവർ പ്രോജക്റ്റ്, സലാൽ ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി, റാറ്റിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിലിരിക്കുന്ന നദി, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിർമ്മാണത്തിലിരിക്കുന്ന നദി ഇവയെല്ലാം തന്നെ ചിനാബാണ്. ബിയാസ് റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ട് ഉത്ഭവസ്ഥാനമായ ബിയാസ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയും സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയും, വേദങ്ങൾ അർജി കുഞ്ച എന്ന് വിശേഷിപ്പിക്കുന്ന നദിയും, കാംഗ്ര, കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയും, പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയുമാണ്. രവി നദി ഹിമാചൽ പ്രദേശിലെ റോങ്താം ചുരത്തിന് സമീപം കുളു മലയിൽ നിന്നും ഉത്ഭവിച്ച് ചമ്പ താഴ്വരയിലൂടെ ഒഴുകുന്നു. ഈ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാൻ്റെ പ്രധാന പട്ടണമാണ് ലാഹോർ. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി ലാഹോറിൻ്റെ നദി, തേൻ ഡാം, രഞ്ജിത്ത് ഡാം സ്ഥിതി ചെയ്യുന്ന നദി, നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം, സിന്ധു നദീതട സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം, ഷാപൂർ കാണ്ടി ഡാം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഇതെല്ലാം തന്നെ രവി നദിയാണ്. രവി നദിയുടെ പോഷക നദിയായ ഉജ്ജലയിലാണ് കാശ്മീരിലെ വിവിധോദ്ദേശ പദ്ധതി നിലവിൽ വരുന്നത്. സിന്ധു നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ തൂക്കുപാലമാണ് മൈത്രി പാലം. ഗംഗ ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗുഹയായ ഉത്തരാഖണ്ഡിലെ ഗായ്മുഖിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ത്യയുടെ പുണ്യനദി, ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമായ ഗംഗയുടെ ആകെ നീളം 2525 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഭഗീരഥി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഗംഗാനദി ഭഗീരഥിയും അളകനദിയുമായി സംഗമിച്ച ശേഷം ദേവപ്രയാഗിൽ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകുവാൻ തുടങ്ങുന്നത്. ഗംഗാനദിയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികളാണ് ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ എന്നിവ. ബംഗ്ലാദേശിൽ പദ്മ, കീർത്തിനാശിനി എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഗംഗാനദി ഹരിദ്വാറിൽ വച്ച് ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഗംഗയുടെ പോഷക നദികളാണ് യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഘാഗ്ര, ഗണ്ഡകി, മഹാനന്ദ എന്നിവ.
ഇതിൽ ഗംഗയുടെ വലതുകരയിലുള്ള പ്രധാന പോഷക നദികൾ സോൺ, യമുന, ദാമോദർ എന്നിവയും ഇടതുകരയിൽ ഉള്ള പോഷക നദികൾ രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ എന്നിവയുമാണ്. ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവയും. ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് 1450 കിലോമീറ്ററുമാണ്. ഗംഗയും യമുനയും അലഹബാദിലെ പ്രയാഗ്രാജിൽ വച്ച് കൂടിച്ചേരുന്നു. ഗംഗാനദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴിയായ ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ജമുനയുമായി കൂടിച്ചേരുന്നത് വരെ ബംഗ്ലാദേശിൽ ഗംഗ പത്മനദിയായി ഒഴുകുന്നു. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ജമുന എന്നാണ് അറിയപ്പെടുന്നത്. യമുന പുരാണങ്ങൾ കാളന്തി എന്നറിയപ്പെട്ടിരുന്ന ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തെ ഗംഗയുടെ പോഷക നദി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുനയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ബന്ദേർ പഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയാണ്. ഇന്ത്യയിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത ഏറ്റവും വലിയ നദിയായ യമുനയുടെ നീളം 1376 കിലോമീറ്ററാണ്. യമുനയുടെ പ്രധാന പോഷക നദികളാണ് ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ് എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നതും യമുനയുടെ വലത് കരയിൽ ചേരുന്നതുമായ നദികളാണ് സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ എന്നിവ. യമുനയുടെ ഇടത് കരയുമായി ചേരുന്ന പോഷക നദികളാണ് ഹിന്ദൻ, റിൻഡ്, സെൻഗാർ, വരുണ എന്നിവ. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ അഥവാ തൂക്കുപാല രൂപത്തിൽ യമുന നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് 8 വരി പാലമായ സിഗ്നേച്ചർ പാലം. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദീതീരത്താണ്. ഋഗ്വേദത്തിൽ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കുന്ന നദി സരസ്വതിയും. PCB 2022 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി തമിഴ്നാട്ടിലെ കൂവവുമാണ്. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതിയും. കേദാർനാഥ് മന്ദാകിനി, ബദ്രിനാഥ് അളകനന്ദ, അയോധ്യ സരോരുവുമാണ്. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദി ഘാഗ്രയാണ്. ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദി കോസിയാണ്. 7 നദികൾ ഉൾക്കൊള്ളുന്ന കോസി നദി അറിയപ്പെടുന്ന പേര് സപ്തകോശി എന്നാണ്. കോസി പദ്ധതി, ഗാണ്ടക് പദ്ധതി എന്നിവ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതികളാണ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ജൈവ മരുഭൂമി, ബംഗാളിൻ്റെ ദുഃഖം, ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി നദിയാണ് ദാമോദർ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഗുണഭോക്താക്കളായി 1948 ജൂലൈ 7 അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയായ ദാമോദർ വാലി പദ്ധതി നിലവിൽ വന്നു. ഈ പദ്ധതിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ടായ തിലയ്യ അണക്കെട്ട് ദാമോദർ നദിയുടെ പോഷക നദിയായ ബരാക്കർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയായ ടോൺസ് രാമായണത്തിൽ തമസ്യ എന്നറിയപ്പെടുന്ന നദിയാണ്. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയായ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനം. ഗംഗാ നദിയിലെ ജലം ഭഗീരഥി, ഹൂഗ്ലി എന്നീ നദിയിലേക്ക് മാറ്റി ഒഴുക്കിവിടാനായി 1975 പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച ബാരേജാണ് ഫറാക്ക ബാരേജ്. 1853 ആർതർ കോട്ടനാണ് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ഈ ബാരേജിന് ശേഷം രൂപപ്പെടുന്ന ഗംഗയുടെ കൈവഴികളാണ് ഭഗീരഥി, ഹൂഗ്ലി, പദ്മ എന്നിവ. ഇതിൽ പദ്മ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയും കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരമായ ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഇന്ത്യയിലെ വേലിയേറ്റ നദിക്ക് അഥവാ ടൈഡൽ റിവറിന് ഒരു ഉദാഹരണമാണ് ഹൂഗ്ലി. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് പാടലീപുത്രം സ്ഥിതി ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്ന നദി ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഗംഗയിൽ ചേരുന്ന പോഷക നദിയാണ് സോൺ. ചമ്പൽ, ബേത്വ, കെൻ, സിന്ധ് എന്നീ പോഷക നദികൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉത്ഭവിച്ച് യമുനയിൽ ചേർന്ന ശേഷം ഗംഗയിൽ പതിക്കുന്നു. ചമ്പൽ നദി ഒഴുകുന്ന നിഷ്ഫല ഭൂപ്രദേശമാണ് ചമ്പൽ റാവായ്. ബംഗ്ലാദേശിൽ ഗംഗ പത്മനദിയായി ഒഴുകുന്നത് ജമുന, ബ്രഹ്മപുത്രയുമായി കൂടിച്ചേരുന്നത് വരെയാണ്.
ബംഗ്ലാദേശിലെ ചാന്ദ്പൂരിൽ വച്ച് ഇവ കൂട്ടിമുട്ടിയ ശേഷം മേഘ്ന എന്ന പേരിൽ തുടർന്നൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപായ ഗംഗാസാഗർ ദ്വീപിലാണ്. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് അലഹബാദിലെ ത്രിവേണി സംഗമം. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. 6 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, അലഹബാദ് എന്നിവിടങ്ങളിൽ അർദ്ധകുംഭമേളം ആഘോഷിക്കുന്നു. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള നടക്കുന്നത് അലഹബാദിൽ. അവസാനമായി നടന്നത് 2013 ഗംഗ കയാക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ഉത്തരാഖണ്ഡ് ആണ്. ഗംഗാ നദിയിലെ ജീവൽ സമ്പത്ത് കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു നദീജല സെൻസസിന് അക്വാട്ടിക് ലൈഫ് സർവേക്ക് തുടക്കം കുറിച്ച സൊസൈറ്റിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമായ ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഗംഗാ ഡോൾഫിനുകളെ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച വന്യജീവി സങ്കേതമാണ് വിക്രംശില ഗംഗാറ്റിക് ഡോൾഫിൻ സാങ്ച്വറി, ബീഹാർ. കുട്ടികളിൽ ഗംഗാനദിയുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം വളർത്താൻ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ NMGC സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയായ ബാൽ ഗംഗാ മേള നടന്നത് നോയിഡയിലാണ്. ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി നമാമി ഗംഗയും ഈ പദ്ധതി നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ രാജസ്ഥാനിലൂടെ ഒഴുകിയെത്തുന്ന നദിയായ സരസ്വതി നദി അപ്രത്യക്ഷമായി. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സരസ്വതി നദി ഇന്നും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ്. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന ഈ നദിയുടെ പോഷകനദികളാണ് സത്ലജ്, യമുന, ദൃഷ്ടാവതി എന്നിവ. പുരാണ കഥകൾ പരാമർശിക്കുന്ന സരസ്വതി നദി യാഥാർത്ഥ്യമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് KS വാൾഡിയ. ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി, ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി, 3 പ്രധാന ഹിമാലയൻ നദികളിൽ പുല്ലിംഗ നാമധേയത്വം ഉള്ള നദി, ഇന്ത്യയുടെ ചുവന്ന നദി, ആസമൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം ചമയം ദുങ് ഹിമാനിയാണ്. ഇതിൻ്റെ ആകെ നീളം 2900 കിലോമീറ്ററും ഇതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 916 കിലോമീറ്ററുമാണ്. അരുണാചൽ പ്രദേശിലെ സാധിയയിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ബ്രഹ്മപുത്ര നദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ് കാമെങ്, ധൻസിരി, ടീസ്റ്റ, ലോഹിത്, ദിമാങ്, മനാസ്, സുബൻസിരി, സങ്കോഷ്, ബുർഹിദീഹിങ്, ചമ്പാമതി, സദൻബംഗ, ബറേലി എന്നിവ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബിൻസിരിയും അരുണാചൽ പ്രദേശിലെ ഇഷ്ടിക്കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ദിബാങ്ങും, ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി സിക്കിം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ഒഴുകുന്ന നദി ടിസ്റ്റയുമാണ്. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ജമുന എന്നും അരുണാചൽ പ്രദേശിൽ ഡിഹാങ്, സിയാങ് എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മപുത്രയുടെ ഉപരിപാതയുടെ ടിബറ്റൻ നാമമാണ് യാർലാങ് സാങ്പോ. ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ധോള സാദിയ പാലം അഥവാ ഭൂപൻ ഹസാരിക പാലം, 9.15 കിലോമീറ്റർ. ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള രണ്ടാമത്തെ വലിയ പാലമാണ് ദിബാങ് പാലം, 6.2 കിലോമീറ്റർ. ഉപദ്വീപീയ നദികൾ. മൺസൂൺ മഴകളിൽ നിന്നാണ് ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത്. പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. ഇതിൽ നർമ്മദ, താപ്തി, സബർമതി, മാഹി എന്നിവ പടിഞ്ഞാറോട്ടും മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ കിഴക്കോട്ടും ഒഴുകുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയുടെ പതനസ്ഥാനം അറബിക്കടലും കിഴക്കോട്ട് ഒഴുകുന്നവയുടെ ബംഗാൾ ഉൾക്കടലുമാണ്. നർമ്മദ. മധ്യപ്രദേശിലെ അമർകാണ്ടക്,
പീഠഭൂമിയിലെ മൈക്കല നിരകൾ ഉത്ഭവസ്ഥാനമായ ഉപദ്വീപ്യൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയായ നർമ്മദയുടെ നീളം 1312 കിലോമീറ്ററാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ നീളത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദി. ഫ്രംസ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. വിന്ധ്യ സത്പുര പർവ്വതനിരകളിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി. ഇവയെല്ലാം തന്നെ നർമ്മദയാണ്. നർമ്മദയുടെ പ്രധാന പോഷക നദികളാണ് ഷേർ, താവ, ഹിരൺ, ബർണ, ബെൻജാർ എന്നിവ. രാം വി സുധർ രൂപകൽപ്പന ചെയ്ത 182 മീറ്റർ അല്ലെങ്കിൽ 597 ഫീറ്റ് ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സർദാർ സരോവർ ഡാമിലുള്ള സാധുബെറ്റ് എന്ന നദീദ്വീപിൽ ആണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം രാജാസോറസ് നർമ്മദാദെൻസിസ് എന്ന ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി. മധ്യപ്രദേശിലെ രാംകരേശ്വർ ഡാം, ഇന്ദിരാസാഗർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി. ഗുജറാത്തിലെ സർദാർ സരോവർ പദ്ധതി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച മേധാ പട്കർ ആണ് സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയായ നർമ്മദ ബച്ചാവോ ആന്തോളൻ NBAക്ക് നേതൃത്വം നൽകിയത്. പ്രധാന ജലവൈദ്യുത പദ്ധതികളായ ഇന്ദിരാസാഗർ, സർദാർ സരോവർ, ഓംകാരേശ്വർ എന്നിവ സ്ഥിതി ചെയ്യുന്ന നർമ്മദ നദിയുടെ പതനസ്ഥാനം അറബിക്കടലിലെ ഗൾഫ് ഓഫ് കമ്പത്താണ്. താപ്തി മധ്യപ്രദേശിലെ ബൈദുൾ ജില്ലയിലെ മുൾതായ് പീഠഭൂമി ഉത്ഭവസ്ഥാനമായ ഉപദ്വീപ്യൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ താപ്തിയുടെ ഏകദേശ നീളം 724 കിലോമീറ്ററാണ്. ഫ്രംസ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയായ താപ്തി നർമ്മദയുടെ ഇരട്ട, ഹാൻഡ്മെയ്ഡ് ഓഫ് നർമ്മദ, താപ്തി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയും നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയുമാണ്. ഇതിൻ്റെ പ്രധാന പോഷക നദികളാണ് പൂർണ, സുഗി, ഗിർന, ബേത്തൽ, പക്കി, ബോറി, പഞ്ച്ഹാര എന്നിവ. കക്രാപാറ, ഉകായ് എന്നീ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന താപ്തി നദിയുടെ പതനസ്ഥാനം അറബിക്കടലിലെ കമ്പത്ത് ഉൾക്കടലാണ്. മഹാനദി 857 കിലോമീറ്റർ നീളമുള്ള ഒഡീഷയിലെ പ്രധാന നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം. 2020 ജൂണിൽ ഒഡീഷയിൽ 500 വർഷം പഴക്കം ചെന്ന ക്ഷേത്രം കണ്ടെത്തിയ നദീതീരമായ മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ചണ്ഡീഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിലാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഷിയോങ് താങ്, ഇംടെൽ എന്നിവ. ഇതിൽ ഛത്തീസ്ഗഡിലെ ഷിയോങ്നാഥ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ്. മഹാനദിയുടെ അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ഫാൾസ് പോയിന്റിലും ഒലിവ് റിസ്ലി ആമകളെ സംരക്ഷിക്കുന്ന കൈവഴി ദേവി നദിയുമാണ്. ഈ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഗോദാവരി ഇന്ത്യയിലെ ഉപദ്വീപ്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ. ശ്രീരാം സാഗർ പദ്ധതി എന്നറിയപ്പെടുന്ന പേച്ചാമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. തെലങ്കാനയിലെ കാളേശ്വരം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയായ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബക കുന്നുകളാണ്. ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ത്രയംബകേശ്വർ, നാസിക്, ഭദ്രാചലം, രാജമുഖ്രി എന്നിവയും പ്രധാന പോഷക നദികൾ മഞ്ചിര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി, പൂർണ, പ്രാണഹിത എന്നിവയുമാണ്. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടത്തുന്ന ആഘോഷം പുഷ്കരവും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതി പോളാവാരയുമാണ്. കൃഷ്ണ ഉപദ്വീപ് നദികളിൽ വലിപ്പത്തിൽ 2-ാം സ്ഥാനവും 1400 കിലോമീറ്റർ നീളവുമുള്ള കൃഷ്ണനദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളാണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന കൃഷ്ണയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, മാലപ്രഭ, പഞ്ച്ഗംഗ, ഭീമ, മുസി, ഗൗഡപ്രഭ, കൊയ്ന എന്നിവ.
ലോകത്തിലെ ഏറ്റവും വലിയ മോസണറി അണക്കെട്ടായ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണനദിയിലാണ് അൽമട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്കഗംഗ പദ്ധതി. കാവേരി. കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിലെ കുടകിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരി നദി ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നു. കബനി, ഭവാനി, അമരാവതി, പാമ്പാർ, ലക്ഷ്മണതീർത്ഥം, അർക്കാവതി, നോയൽ, ഹംഗറി എന്നിവ പ്രധാന പോഷകനദികളായ കാവേരി നദിയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രം, ഹൊഗനൈക്കൽ എന്നിവ. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന കാവേരി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതും ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. AD 2-ാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ നിർമ്മിച്ച കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടായ കല്ലണ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. കാവേരി ഡെൽറ്റ പ്രദേശത്തെ പ്രൊട്ടക്റ്റഡ് സ്പെഷ്യൽ അഗ്രികൾച്ചർ സോണായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ആന്ധ്രാപ്രദേശിലെ ജൻജാവതി നദിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നു. ബീഹാറിലെ ഫാൽഗു നദിക്ക് കുറുകെ 2022 സെപ്റ്റംബർ 8-ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാമായ ഗയാജി ഡാം ഉദ്ഘാടനം ചെയ്തു. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്-ഗയയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദിയും ആരവല്ലി പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടൽ പതിക്കുന്ന നദി സബർമതിയുമാണ്. ശരാവതി നദി ഉത്ഭവിക്കുന്നത് കർണാടകയിലെ ഷിമോഗയിലും പാക് കടലിടുക്കിൽ ചെന്ന് ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി വൈഗയുമാണ്. അടുത്തിടെ വരെ കാണാവുന്ന സുതാര്യമായ ജലോപരിതലം ഉള്ള ഉംഗോട്ട് നദി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയും അക്സായ് ചിൻ പ്രദേശങ്ങളിൽ നിന്നും ലഡാക്കിലേക്ക് ഒഴുകി ഷോക്ക് നദിയിൽ ചേരുന്ന നദി ഗാൽവാനുമാണ്. വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ വരാഹി നദിയിലെ 455 മീറ്റർ അല്ലെങ്കിൽ 1493 ഫീറ്റ് നീളമുള്ള കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഒഡീഷയിലെ 399 മീറ്റർ നീളമുള്ള ബരേഹി പാനി വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി 253 മീറ്റർ അല്ലെങ്കിൽ 830 ഫീറ്റ് നീളമുള്ള ശരാവതിയും ഇത് ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങൾ രാജ, റാണി, റോറർ, റോക്കറ്റ് എന്നിവയുമാണ്. ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡും വെള്ളച്ചാട്ടങ്ങളുടെ നഗരം റാഞ്ചിയുമാണ്. കാങ്കർ വാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടവും ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടവും ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ്. ബർഗാന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കർണാടകയിലെ സീതാ നദിയാണ്. ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയും ഹജ്ര, രാജ്പുരി, തിരത്ഗഡ്, അമൃതധാര എന്നിവ ഛത്തീസ്ഗഡിലും തലകൊന ആന്ധ്രാപ്രദേശിലും സ്പ്രെഡ് ഈഗിൾ മേഘാലയയിലും വാൻതാങ് മിസോറമിലും ആണ്. ജോഗ് വെള്ളച്ചാട്ടം ഹർസോപ്പ വെള്ളച്ചാട്ടം എന്നും ചിത്രാകോട്ട് വെള്ളച്ചാട്ടം ഹൊനൈക്കൽ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ നയാഗ്ര എന്നും തമിഴ്നാട്ടിലെ കുറ്റാലം വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ സ്പക്ത എന്നും ദുവാൻധർ വെള്ളച്ചാട്ടം മാർബിൾ ഫാൾസ് എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രധാന നദികൾ. പെരിയാർ. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാറിൻ്റെ പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, കട്ടപ്പനയാർ, പെരുന്തുറയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മംഗലപ്പുഴ എന്നിവ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയായ മുല്ലയാറിൻ്റെയും പെരിയാറിൻ്റെയും സംഗമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ. പെരിയാർ നദി ആലുവയിൽ വെച്ച് മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു. ഇതിൽ മംഗലപ്പുഴ പതിക്കുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദിയായ പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കി, എറണാകുളം എന്നിവ. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ നദി മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്നാണ്. കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉത്ഖനന പ്രദേശമായ എറണാകുളത്തെ പട്ടണം എന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന നദീതീരം പെരിയാർ ആണ്. ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നീ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളാണ് തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി,
കേരളത്തിൻ്റെ ജീവരേഖ, ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി, ഏറ്റവും കൂടുതൽ പോഷകനദികളുള്ള കേരളത്തിലെ നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി, ശങ്കരാചാര്യ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരം, മലയാറ്റൂർ പള്ളി, ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡലം, ആലുവ അദ്വൈതാശ്രമം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരം, ഇവ എല്ലാം തന്നെ പെരിയാർ നദിയാണ്. 1341 പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ മുസ്രിസ്. 1924 കൊല്ലവർഷം 1099 പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ്. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ. നെതർലാൻഡിൽ ആണ് ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്. ഭാരതപ്പുഴ. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് ഉത്ഭവസ്ഥാനമായ ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. ഇതിൻ്റെ നീളം 290 കിലോമീറ്ററാണ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയുടെ പോഷകനദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവ. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം തൃശ്ശൂരിലെ മായന്നൂർ ആണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ച ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിനോട് ചേരുന്നു. നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി. സൈലന്റ് വാലി ഉത്ഭവസ്ഥാനമായ തൂതപ്പുഴയുടെ പ്രധാന ഉപനദിയാണ് കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം ഭാരതപ്പുഴയുടേതാണ്. 4400 ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലും 1786 ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലും, ആകെ 6186 ചതുരശ്ര കിലോമീറ്റർ. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിലെ തിരുനാവായിൽ നിമജ്ജനം ചെയ്തിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതറിയപ്പെടുന്നത് മിനി പമ്പ എന്നാണ്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി കനാലാണ്. പമ്പ 176 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടി നദിയായ പമ്പയുടെ ഉത്ഭവസ്ഥാനം ഇടുക്കി ജില്ലയിലെ പീരിമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി, പ്രാചീന കാലത്ത് പാരീസ് എന്നറിയപ്പെടുന്ന നദി, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി, ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി, മാരാമൺ കൺവെൻഷൻ, ചെറുകോൽ പുഴ, ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം, ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമായ പമ്പ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടും. പമ്പാ നദിയുടെ പ്രധാന വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവിയുമാണ്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പയുടെ പ്രധാന പോഷകനദികളാണ് അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ എന്നിവ. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയായ അച്ചൻകോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വിയപുരം. ചാലിയാർ. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി, 169 കിലോമീറ്റർ നീളമുള്ള ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ ഇളമ്പല്ലേരി കുന്നാണ്. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ചാലിയാർ ബേപ്പൂരിൽ വെച്ച് അറബിക്കടലുമായി ചേരുന്നു. കല്ലാഴിപ്പുഴ, ബേപ്പൂർ പുഴ, ചുലിക നദി എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദിയായ ചാലിയാറിൻ്റെ പ്രധാന പോഷകനദികളാണ് ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ എന്നിവ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ ആണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴയും മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ ചാലിയാറും പെരിയാറുമാണ്. ചാലക്കുടിപ്പുഴ. ആനമല ഉത്ഭവസ്ഥാനമായ കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയായ ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്ററാണ്. പറമ്പിക്കുളം, കുരിശിയാർകുട്ടി, ചോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയായ ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം എന്നിവ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി, ഷോളയാർ, പെരിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളിയും മറ്റു വെള്ളച്ചാട്ടങ്ങളായ വാഴച്ചാലും പെരിങ്ങൽകുത്തും സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടി പുഴയിലാണ്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുബൂൽ മൂഴിയും കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന
വൈന്തലയുമാണ്. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിലെ ഇലന്തിക്കരയിൽ വെച്ച് ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്നു. പിന്നീട് ഇവ ഒന്നിച്ചൊഴുകി കൊടുങ്ങല്ലൂർ കായലുമായും അതിനുശേഷം അറബിക്കടലുമായി ചേരുന്നു. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ പറമ്പിക്കുളം, ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കാവേരി നദിയുടെ പോഷനദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ഇവയിൽ പാമ്പാർ, ഭവാനി എന്നിവ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നവയാണ്. കബനി. കേരളത്തിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് 240 കിലോമീറ്റർ നീളമുള്ള കബനി. ഇതിൽ കേരളത്തിലെ നീളം 56.6 കിലോമീറ്റർ. വയനാട് ജില്ലയിലെ തോണ്ടാർമുടി ഉത്ഭവസ്ഥാനമായ കബനി നദി ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയോദ്യാനത്തിനും നാഗർഹോളയ്ക്കും ഇടയിലൂടെ ഒഴുകുന്നു. പനമരം, മാനന്തവാടി നദികൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനിയും കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണവുമാണ്. കർണാടകയിലെ തിരുമക്കുടലു അരസിപ്പുരയിൽ വെച്ച് കബനി നദി കാവേരിയുമായി ചേരുന്നു. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ആയ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ കബനി നദിയുടെ പോഷനദിയായ കരമനത്തോട്ടിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഡാമിലാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയും കബനിയാണ്. ഭവാനി. നീലഗിരി കുന്നുകൾ ഉദ്ഭവസ്ഥാനമായ ഭവാനി നദിയുടെ ആകെ നീളം 217 കിലോമീറ്ററും കേരളത്തിൽ 37.5 കിലോമീറ്ററുമാണ്. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന ഭവാനിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണി, വരഗാർ എന്നിവ. ഭവാനിയുടെ പോഷനദികളായ മോയാർ, മുതുമലൈ ദേശീയോദ്യാനത്തിനും ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്നു. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന ഈ നദി കൽക്കണ്ടിയൂരിൽ വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഈ നദി പതിക്കുന്നത് കാവേരിയിലാണ്. ശിരുവാണി നദിയിൽ കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു. പാമ്പാർ. ദേവികുളത്തെ ബെൻറൂമിൽ നിന്നും ആനമുടിയിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയായ പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്ററും കേരളത്തിൽ 25 കിലോമീറ്ററുമാണ്. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പാമ്പാർ കേരളത്തിലെ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നു. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷനദിയാണ് അമരാവതി. പാമ്പാറിൻ്റെ പ്രധാന പോഷനദികളാണ് ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലയാർ, വട്ടവറ നദിയിലെ തേനാർ എന്നിവ. തമിഴ്നാട്ടിൽ വച്ച് പാമ്പാർ നദി കാവേരി നദിയിൽ പതിക്കുന്നു. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല ഉത്ഭവമായ നെയ്യാറാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാറിൻ്റെ തീരത്താണ്. ഈ നദിയുടെ പോഷനദികളാണ് കല്ലാർ, കരവലിയാർ എന്നിവ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി 16 കിലോമീറ്റർ നീളമുള്ള മഞ്ചേശ്വരം പുഴയാണ്. പെരുമ്പുഴ, പയസ്വിനി എന്നിങ്ങനെ അറിയപ്പെടുന്ന മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയും ഇത് തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്, 12 എണ്ണം. പുനലൂർ, തൂക്കുപാലം, പാലരുവി വെള്ളച്ചാട്ടം എന്നിവ കൊല്ലം ജില്ലയിലെ കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 200 ഏക്കറിൽ പരന്നു കിടക്കുന്ന കറുവാപ്പട്ട താഴ്വര ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാപ്പട്ട തോട്ടമായി കണക്കാക്കപ്പെടുന്ന ഇത് സ്ഥിതി ചെയ്യുന്ന നദീ തീരമാണ് അഞ്ചരക്കണ്ടി പുഴ. കുപ്പം നദിയുടെ ഉത്ഭവം കർണാടകയിലെ പടിനൽക്കാട് ചുരവും വളപട്ടണം നദി ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴയും പരവൂർ കായൽ പതിക്കുന്ന നദി ഇത്തിക്കരപ്പുഴയും മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയവും കടലുണ്ടി പുഴയുടെ പ്രധാന പോഷനദികൾ ഒലിപ്പുഴ, വോളിയാർ എന്നിവയുമാണ്. 1/4 നൂറ്റാണ്ട് മുമ്പ് മറ്റ് വരണ്ടുപോയ കേരളത്തിലെ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴയെ ഒഴുക്ക് വീണ്ടെടുത്തു. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം തമിഴ്നാട്ട് അതിർത്തിയിലെ പെരുമാൾമുടിയും പതനം ഭവാനിപ്പുഴയുമാണ്. വയനാട് കുന്നുകൾ ഉത്ഭവസ്ഥാനമായ 54 കിലോമീറ്റർ നീളമുള്ള യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ അഥവാ ബ്രിട്ടീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദിയായ മയ്യഴിപ്പുഴ തലശ്ശേരിയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്നു.
ഇതിൻ്റെ പതനം അറബിക്കടലാണ്. തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് കാര്യങ്കോട് പുഴയാണ്. ചെമ്മുഞ്ഞമുട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്ന നദി 88 കിലോമീറ്റർ നീളമുള്ള വാമനപുരം പുഴയാണ്. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയും നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ശാലിയാറും ഇരവികുളം, മറയൂർ, ചിന്നാർ എന്നീ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറും അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണിയും കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബവാലി നദിയുമാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.